അങ്ങനെ എല്ലാവർക്കും ഈദ് മുബാറക്. ഈദായിട്ട് കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മാസത്തെ ഏറ്റവും അവസാനത്തെ മലയാള സിനിമ ആയിരിക്കും. ഇനി അടുത്ത മാസം നമുക്ക് ഒരു മോളിവുഡ് ടൈംസ് വെച്ച് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്ക് ഇനി വേറെ വല്ല പടങ്ങളോ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. അഭിനയിച്ചിരിക്കുന്നവർ ആന്റണി പെപ്പെ, പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ പിന്നെ ആരൊക്കെയാണ്, സുനിൽ, കബീർ ദുഹാൻ സിംഗ്, നമ്മുടെ മാർക്കോയിലൊക്കെ അവസാനം വരുന്ന വില്ലൻ. പുള്ളി ഈ പടത്തിൽ നൈസായിരുന്നു കേട്ടോ, എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. പിന്നീട് അങ്ങനെ കുറേ പേരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ ഒരു മാർക്കോ യൂണിവേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലൊക്കെയാണ് അവർ അവസാനം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ക്യാമിയോ ഒക്കെ ഉണ്ട്, അത് ആരാന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല, എല്ലാവരും തിയേറ്ററിൽ പോയി അനുഭവിച്ചാലും മതി. പിന്നെ തുഷാര വിജയൻ സെക്കൻഡ് ഹാഫിൽ പേരനൊരു നടി എന്ന് പറഞ്ഞ് ഒരു റോള് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഹിപ്സ്റ്റർ സിനിമയിലുണ്ട്, ഹിപ്സ്റ്റർ ചെറിയൊരു റോള് വെടിയും പുകയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേര്, പിന്നെ ആൻസൺ പോളുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ പേര്. പിന്നെ നമുക്ക് കാണുമ്പോൾ പോളി എന്ന് തോന്നുന്ന ഒരു പ്രീവിയസ് പടത്തിൽ നിന്നൊരു കഥാപാത്രമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് പോൾ ജോർജ് എന്ന് പറഞ്ഞ ഒരു മച്ചാനാണ്. എഴുതിയിരിക്കുന്നത് പോൾ ജോർജ്, ജെറോ ജേക്കബ്, ജോബി വർഗീസ്. ഇവരെല്ലാം കൂടെയാണ് ഇതിൻ്റെ എഴുത്ത്, സ്ക്രീൻ പ്ലേ പരിപാടിയൊക്കെ. ഡയലോഗ്സ് ബൈ ഉണ്ണിയാറ്. പിന്നെ 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 എന്തോന്ന്, പ്രൊഡ്യൂസ് ബൈ ഷെറീഫ് മുഹമ്മദ്. പുള്ളീൻ്റെ മറ്റേ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്, മറ്റേ മാർക്കൊക്കെ എടുത്ത അതേ സംഭവം തന്നെയാണ്, അവർ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ബൈ രവി ബസ്രൂർ, പൊളി. സിനിമാറ്റോഗ്രാഫി ബൈ റനഡേവ്. പിന്നെ അവരുടെ ഒപ്പം അഡീഷണൽ സിനിമാറ്റോഗ്രാഫേഴ്സായിട്ട് സുദീപ് എലമോനും ചന്ദ്രു സെൽവരാജും ഉണ്ട്. ചന്ദ്രു സെൽവരാജാണ് നമ്മുടെ മാർക്കോ ചെയ്തത്, ഞെരുപ്പൻ. പിന്നെന്താണ്, പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇഷ്ടംപോലെ പേരുണ്ട്. വിഷ്വൽ എഫക്ട്സിൽ കുറേ പേരുണ്ട്. സ്റ്റണ്ട് ആണെങ്കിൽ ആക്ഷൻ സന്തോഷ്, ജെറോസ്ലാവ് ഷ്വെറ്റ്സ്, ആരാന്ന് അറിഞ്ഞൂടാ, കെച്ച കമ്പടി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം സത്യം പറഞ്ഞാൽ വലിയൊരു ലാർജ് സ്കെയിൽ പടമാണ്. നല്ലൊരു രീതിയിൽ പാൻ ഇന്ത്യ റിലീസ് പോലെയൊക്കെ ചെയ്തൊരു സിനിമയാണ്. സിനിമേൻ്റെ ഒരു പ്ലോട്ടെന്ന് പറയാനാണെങ്കിൽ പുഷ്പരാജ് ചന്ദനം കടത്തും, പരമശിവൻ സ്പിരിറ്റ് കടത്തും. ഇതിലെ മെയിൻ സാധനം ആനക്കൊമ്പാണ്, വൈറ്റ് ഗോൾഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ആനക്കൊമ്പൊക്കെ അവർ ചെയ്തിരിക്കുന്ന ആർട്ടൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ടെക്നിക്കലി പടം പൊളി. സിനിമാറ്റോഗ്രാഫി, സ്റ്റൺ കൊറിയോഗ്രാഫി, മ്യൂസിക്, പിന്നെന്താണ് വിഷ്വൽ എഫക്ട്സ്, കാര്യങ്ങൾ എല്ലാം അടിപൊളി. എഡിറ്റിംഗ് ആണെങ്കിൽ പോലും 2 മണിക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്, മറ്റേ ഷെറീഫ് മുഹമ്മദാ. ഷെറീഫ് മുഹമ്മദ് എന്ന് ആരാണ് ചെയ്തത്? പുള്ളി ഷമീർ മുഹമ്മദ്, സോറി, ഷെറീഫ് മുഹമ്മദ് പ്രൊഡ്യൂസർ, ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ്. മാർക്കൊക്കെ ചെയ്ത മച്ചാൻ തന്നെ. അതിൻ്റെ ടെക്നിക്കലി പടം കിടിലൻ, അടിപൊളി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് സിനിമയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ കണ്ടപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇവർ ആ ഒരു യൂണിവേഴ്സ് പോലെ ഒരു സംഭവം, അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം മാർക്കോയിലൊക്കെ ഉള്ള ജഗദീഷ് ചേട്ടനും മറ്റേ കബീർ ദുഹാൻ സിംഗ് എന്ന് പറഞ്ഞ മച്ചാനൊക്കെ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വേറെ ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ ചുമ്മാ പെപ്പേനെ ഇഷ്ടപ്പെടുന്നവർക്ക് പെപ്പേൻ്റെ ഇടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ പെപ്പേൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് വരണം, അപ്പോഴേ ആ ഒരു ഇടി വർക്കാവുള്ളൂ. എനിക്ക് പേഴ്സണലി ഈ RDXിലായാലും ഈവൻ ആ ദാവീദിലൊക്കെ പോലും എനിക്ക് ആ ഒരു ഇടീൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടി. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലടേ. ഒന്നാതെ സുനിലൊക്കെ എനിക്ക് പുള്ളീനെ ഇഷ്ടമല്ല, പുള്ളീൻ്റെ ആക്ടിങ് ഒക്കെ ജനിച്ചോ. പിന്നെ SP എന്ന് പറഞ്ഞ ഒരു പുള്ളീനെ, ഒരു പോലീസ് SP ആയിട്ട് ഒരു പുള്ളീനെ കൊണ്ടുവന്നിട്ട്, മലയാളം അറിഞ്ഞുകൂടാത്തവന്മാരൊക്കെ എന്തിനാണ് സിനിമയിൽ വിളിച്ചുകൊണ്ട് വന്നത്? എന്തിനാണ് അവന്മാരൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് മലയാളം പറയിപ്പിച്ച് കൊളവാക്കിപ്പിക്കുന്നത്? അങ്ങനെ കുറേ കോമഡി സീനും. കബീർ ദുഹാൻ സിംഗ് മച്ചാൻ എനിക്ക് ആ മാർക്കോയിൽ കണ്ടപ്പോൾ തോന്നിയ പോലെ തന്നെ അത്ര ബ്രൂട്ടലോ സംഭവങ്ങളൊന്നുമല്ല ഈ പടത്തിൽ. സത്യം പറഞ്ഞാൽ UA 16+ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ റേറ്റഡ് കാണിക്കാൻ, എന്താ പറയുക, റേറ്റഡ് ആണ്, അതുകൊണ്ട് കുറച്ച് സീൻസ് കാണിക്കാം എന്നുള്ള രീതിയിൽ തള്ളി കയറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഫൈറ്റ് സീക്വൻസ് ആയാലും ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കലി പടം അടിപൊളിയാണ്. പക്ഷെ സിനിമയിലൊന്നും ഇല്ലടേ. ഈ പെപ്പേൻ്റെ കഥാപാത്രം വരുന്ന ഒരു 25 മിനിറ്റ്, അതാണെങ്കിൽ തുടക്കം അവർ സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്ത് 2 മണിക്കൂറേ സിനിമയുള്ളൂ. അതിൽ പടയെ തന്നെ അവർ തുടക്കം തന്നെ സ്റ്റോറി ബിൽഡ് ചെയ്തു. കള്ളക്കടത്താണ്, അപ്പോൾ അതിൻ്റേതായ വില്ലന്മാരും പ്രശ്നങ്ങളും പകയും പ്രതികാരമൊക്കെ, 2 ഗ്യാങ്ങും വാറും പഴയ വെഞ്ചൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു 10-25 മിനിറ്റ് ആയിട്ട് പെപ്പേനെ കാണുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ ഡയലോഗാണ്,
വേർസ് ദ കിങ്, ഈ കൂട്ടത്തിലെ കൊമ്പൻ അവിടെ, ആ ഒരു ഡയലോഗാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ പിന്നെ അധികം വൈകിക്കാതെ കുഴപ്പമില്ലാത്ത ഒരു ഇൻട്രോ ഒക്കെ പുള്ളിക്ക് കൊടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ആക്ടിങ് വൈസ് എനിക്ക് മലയാള നടന്മാരാരും അങ്ങനെ മോശമാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജഗദീഷ് ചേട്ടനാണെങ്കിൽ ഒരിക്കലും പുള്ളി മോശമാക്കാൻ നോക്കിയാലും മോശമാകത്തില്ല. വെപ്പായാലും കുഴപ്പമില്ല, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഡയലോഗൊക്കെ സ്ഥാനത്തായിരുന്നു. കബീർ റുഹാൻ സിംഗ് മച്ചാൻ നല്ലോണം ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമ മൊത്തത്തിൽ എത്ര പേർക്കൊക്കെ കലങ്ങും, എത്ര പേർക്ക് വർക്കാവും എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ആയിരിക്കില്ല, പുറത്തോട്ട് വരുമ്പോഴത്തേക്കും അമ്മാതിരി ഹൈപ്പൊക്കെ കയറുമായിരിക്കും സിനിമയിൽ. പക്ഷെ മാർക്കോലൊക്കെ ഇവൻ അതിൻ്റെ ഡയലോഗ്സും സ്ക്രീൻ പ്ലേയിലൊക്കെ അവിടെ ചെറിയ വീക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ടുവേർഡ്സ് ക്ലൈമാക്സ് അവസാനത്തെ 1.5 മണിക്കൂർ പടവും കടിച്ച് കലക്കി. അവിടെ നമുക്കൊരിത് അവന്മാരെ തിരിച്ച് പണിയണം എന്നുള്ളൊരു തോന്നൽ വരും. ഇവിടെ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ചുമ്മാ ഒരു പടം, ഒരു കാട്, എന്തോന്ന് കൊല്ലി, മുള്ളംകൊല്ലി ആനക്കൊല്ലി അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലം, ഒരു കാട്ടിൻ്റെ അകത്തുള്ള ഒരു ഗ്രാമം, അവിടുത്തെ അപ്പാവി ജനങ്ങൾ, അവിടെ എന്താ പറയുക ലാൻഡ് ലോഡായിട്ട് നടക്കുന്ന ഒരു സുനിൽ, അങ്ങനെ ഉള്ളൊരു സിനിമ, ചുമ്മാ ഒരു സിനിമ. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ഇത് കണക്കിലാക്കി ആരും സിനിമ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. സിനിമ കണ്ടിട്ട് കഴിയുകയാണെങ്കിൽ അവനവൻ്റെ അഭിപ്രായം അറിയിക്കുക. അത് ഇതെന്നെ പറഞ്ഞ എന്തായാലും ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് അറിയാം. ഞാനിപ്പോൾ രാവിലെ നമ്മൾ പോയി സിനിമ കാണുന്നു, നമുക്കൊരു അഭിപ്രായം ആവുന്നു, വൈകിട്ടാകുമ്പോഴത്തേക്ക് സിനിമേൻ്റെ മൊത്തത്തിലുള്ള ഇതെന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പള്ളിച്ചട്ടമ്പി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ അതുപോലെ രാവിലെ വന്ന് ഞാൻ വീഡിയോ എടുത്തു, അപ്ലോഡ് ചെയ്തു, വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ റെസ്പോൺസേ മാറി. എനിക്ക് തോന്നിയതല്ല ബാക്കിയുള്ളവർക്ക് തോന്നിയത്. ഈ പടം കണ്ടിട്ട് പള്ളിച്ചട്ടമ്പി കൂറാണെന്ന് പറയണവന്മാരെ എനിക്കൊന്ന് കാണണം. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാണ്. സോ ദാറ്റ്സ് ഓൾ വിത്ത് കാട്ടാളൻ. നിങ്ങൾ സിനിമ കണ്ട് നോക്കുക. ഇതൊക്കെ ആയിട്ട് ചുമ്മാടി പുകയൊക്കെ ആയിട്ട് ദൃശ്യം 3 കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടു. ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. 200 കോടി ഇപ്പോൾ കയറി. ഞാൻ സിനിമ കണ്ട് ഇറങ്ങി ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോൾ 200 കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. നല്ല കാര്യം. അതിൻ്റെ എന്താ പറയുക ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ഞാൻ ഇനി എന്തായാലും ചെയ്യുന്നുണ്ട്. അത് പതുക്കെ കുറച്ച് 2-3 ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് കാട്ടാളൻ. അടുത്ത മോളിവുഡ് ടൈംസിൽ നമുക്ക് കാണാം. സോ ബൈ ബൈ.